നമസ്കാരം. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയുടെ തലവനായിരുന്നു എങ്കിലും പതിറ്റാണ്ടുകളോളം അദ്ദേഹം ഭയന്ന് വിറച്ച് ഒളിവ് ജീവിതമാണ് നയിച്ചിരുന്നത്. ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ ഹസൻ നസറുള്ളയെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായിരുന്നു. എന്നും ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ചിന്ത തന്നെയാണ് ഹസൻ നസറുള്ളയെ പിന്തുടർന്നിരുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നസറുള്ളയുടെ മകൻ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിനെ ഭയന്ന് എല്ലായ്പ്പോഴും ഒളിവിൽ കഴിയുകയായിരുന്നു നസറുള്ള എവിടെയാണ് ഉള്ളതെന്ന് അയാളുടെ അടുത്ത അനുയായികൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവർ ഒത്തുചേരുകയും യോഗം നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ബെയ്റൂട്ടിലെ ജനവാസ മേഖലയിലാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഹസൻ നസറുള്ള ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭൂമിക്കടിയിലുള്ള ഒരു ഓഫീസായിരുന്നു. സാധാരണ യാതൊരു തരത്തിലുള്ള അലങ്കാരങ്ങളുമില്ലാത്ത ബഹുനില മന്ദിരമൊന്നുമില്ലാത്തൊരു സാധാരണ കെട്ടിടത്തിലാണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഒരിക്കലും ഈ കെട്ടിടത്തെ സംശയിച്ചിരുന്നില്ല. ഇനി സംശയിച്ചാൽ തന്നെയും അവിടുത്തെ ജനങ്ങളെല്ലാം വിരട്ടി നിർത്തിയിരുന്ന ഒരവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ എതിർക്കാൻ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നുമില്ല. ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിൽ തൻ്റെ മുൻഗാമിയായിരുന്ന മുസാവിയെ ഇസ്രായേലാണ് വധിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യം താനാണ് എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു നസറുള്ള ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആരെയും കാണാൻ അനുവദിക്കാത്തതും ഒളിവ് ജീവിതം പതിറ്റാണ്ടുകൾ ഇയാൾ നയിച്ചതും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് തന്നെ, അതിൻ്റെ തലവൻ തന്നെ ഇത്രയും ഭയന്നാണ് ജീവിച്ചത് എന്നറിയുമ്പോഴാണ് ഇസ്രായേലിനെ ഇവരെല്ലാം എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹസൻ നസറുള്ള ജനങ്ങൾ കാണുന്നത് ടെലിവിഷനിൽ മാത്രമായിരുന്നു. ഈയിടെ പേജറുകൾ അതുപോലെ വോക്കി ടോക്കിയെല്ലാം പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സന്ദർഭത്തിലൊക്കെ തന്നെ ഹസൻ നസറുള്ള എവിടെയാണ്, അയാൾക്ക് എന്ത് പറ്റി എന്നെല്ലാവരും തിരക്കുന്നുണ്ടായിരുന്നു. ഹസൻ നസറുള്ള ആകട്ടെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടാണ് താൻ ഇസ്രായേലിനെ തകർക്കും എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോഴും പുറം ലോകത്തെത്തി ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാനോ ഒന്നും തന്നെ ഇയാൾക്കൊരിക്കലും കഴിയുമായിരുന്നതും ഇല്ല. തൻ്റെ അതിവിശ്വസ്തരായ അനുയായികൾക്കൊപ്പമാണ് എപ്പോഴും ഹസൻ നസറുള്ള കഴിഞ്ഞിരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിൻ്റെ മിസൈലുകൾ തൻ്റെ മേൽ പതിക്കാം എന്ന് നസറുള്ള വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു മരണവും നസറുള്ളയെ തേടിയെത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിക്കാൻ പോകുന്ന സന്ദർഭമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നതരുടെ യോഗം നസറുള്ള വിളിച്ചു ചേർത്തത്. ആ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിശക്തമായ തോതിൽ ടൺ കണക്കിന് ബോംബുകൾ ഇട്ട് നസറുള്ളയെയും അനുയായികളെയും എല്ലാം തന്നെ ഇസ്രായേൽ വധിച്ചത്. പക്ഷേ ഈ വധിച്ചതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കുന്ന പോലെ ഇത്രയും ടൺ കണക്കിന് ബോംബുകൾ ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചുവെങ്കിലും കൊല്ലപ്പെട്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ആയിരിക്കാം ഈ ആക്രമണവും സംഘടിപ്പിച്ചത് എന്ന് 100% ഉറപ്പാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കിനി സമാധാനിക്കാം. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 തലവന്മാരെ കൊന്നു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ തലവൻ ഇനിയില്ല. ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യ സിൻവറിനാകട്ടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. താനാണ് പുതിയ ഹമാസിൻ്റെ തലവൻ എന്ന സത്യം പോലും ഇയാൾ അറിഞ്ഞിരിക്കുമോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഈ ആക്രമണവും വധവുമൊക്കെ തന്നെ അവർക്ക് സമാധാനപൂർണ്ണമായ ജീവിതം ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ ഏറെ സഹായകരമായി തീരാനാണ് സാധ്യത.